പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പർ. അതിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിൻ്റെ വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർച്ചയായിട്ടുള്ള ബാച്ചിലൊക്കെ ഇനി മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ ചില അപ്ഡേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ പുനർക്രമീകരിച്ചിട്ടുള്ളത്. പബ്ലിക് എക്സാമിൻ്റെ ചാപ്റ്റർ ഏതാണെന്നും അസൈൻമെൻറ്റിൻ്റെ ചാപ്റ്റർ ഏതാണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞു പോയ വീഡിയോയിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേ ലിസ്റ്റിൽ അത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മൊത്തം ചാപ്റ്ററിൻ്റെ 60% മാത്രമേ നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കിയുള്ള 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%-ൽ ആദ്യത്തെ 2 ചാപ്റ്റർ ഹിസ്റ്ററിയുടെ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ ഒക്കെ നമ്മൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1 മാർക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആ 20 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് 2 വീഡിയോസ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോസിൽ കുറച്ച് ആൻസറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി വരുന്നതാണ് ഇന്നത്തെ വീഡിയോസിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാം 1 വേർഡ് ഒറ്റ വാക്കിലുള്ള ആൻസറാണ്. അപ്പോൾ ഓരോ മാർക്കാണ് വരുന്നത്. ഇനി ഇതല്ലാതെ പല മോഡലുണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്, മാച്ച് ദ ഫോളോവേഴ്സ് വരുന്നുണ്ട്, ട്രൂ ഫാൾസ്, അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1 വേർഡ് ആൻസറുകൾ വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്: ബിസൈഡ് അഗ്രികൾച്ചർ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ബൈ ഹാർവിൻ? കൃഷിയെ കൂടാതെ വേറെ എന്തൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഹാർവിൻ ആളുകൾ ആശ്രയിച്ചിരുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പാസ്റ്ററലിസം എന്ന് പറയുന്നത്. കാറ്റിൽ ബിയറിംഗ് ഒക്കെ, കന്നുകാലികളൊക്കെ പരിപാലിക്കുക, വളർത്തുക, അതൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. രണ്ടാമത്തെ ചോദ്യം: നെയിം ദി ചീഫ് ഫുഡ് ക്രോപ്പ് കൺസ്യൂംഡ് ബൈ ഹാർവിൻ? ഹാർവിൻ ജനതയുടെ മുഖ്യ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്നത് ഗോതമ്പ് വരുന്നുണ്ട്, ബാർലി വരുന്നുണ്ട്, എള്ള് വരുന്നുണ്ട്, കടുക് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളാണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം: വിച്ച് ആർ ദ 2 places ഫ്രം വേർ വി ഗെറ്റ് എവിഡൻസ് ഓഫ് റൈസ്? ആണ് ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വേർ വി ഗെറ്റ് എവിഡൻസ്, ഉറവിടമായിട്ട് റൈസ് ആസ് എ ഫുഡ് ക്രോപ്പ് ഡ്യൂറിംഗ് ഹാരപ്പൻ കാലഘട്ടത്തിൽ ഈ റൈസ്, അരി എന്ന് പറയുന്ന ഫുഡ് ക്രോപ്പായിട്ട് തെളിവ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്ന് ലോഥലാണ്, രണ്ടാമത് പറയുന്നത് രാംഗ്പൂർ ആണ്. ഇനി നാലാമത്തെ ചോദ്യം: വേർ വാസ് ദ ബ്രോൺസ് ഡാൻസിംഗ് ഗേൾ ഫൗണ്ട്? എവിടെയാണ് ബ്രോൺസ്, വെങ്കലവുമായി ബന്ധപ്പെട്ടുള്ള ഡാൻസിംഗ് ഗേളിനെ സൃഷ്ടിച്ചത് എവിടെയാണ്? ആൻസർ മോഹൻജദാരോ. അഞ്ചാമത്തെ ചോദ്യം: നെയിം എനി 2 ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റ് പ്രാക്ടീസ്ഡ് ഹാരപ്പൻ പീരീഡ്? ഹാരപ്പൻ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കരകൗശല രീതികൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് വരുന്നത് ബെഡ് മേക്കിങ്ങും 2 പോട്ടറി മേക്കിങ്ങുമാണ് വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം: വിച്ച് പ്ലേസ് വാസ് ദ ചീഫ് സോഴ്സ് ഓഫ് കോപ്പർ ഓഫ് ദി ഹാരപ്പൻ? ഹാരപ്പൻ കാലഘട്ടത്തിൽ കോപ്പർ മുഖ്യ സോഴ്സസ് ആയത് എവിടെയൊക്കെയാണെന്ന് പറയുന്നത്. ആൻസർ കേദിരി മൈൻസ് ആണ്, ഇൻ രാജസ്ഥാൻ. അടുത്ത ഏഴാമത്തെ ചോദ്യം: വിച്ച് ഈസ് അപ്രോക്സിമേറ്റ് നമ്പർ സൈൻ ഫോംഡ് ഇൻ ദി ഹാരപ്പൻ സ്ക്രിപ്റ്റ്? ഹാരപ്പൻ ലിഖിതങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം എത്ര സൈൻ ഉണ്ട് എന്നതാണ് പറയുന്നത്. ആൻസർ 400ഓളം ഉണ്ട് എന്നതാണ് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം: വിച്ച് നാച്ചുറൽ കലാമിറ്റീസ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ? ഹാരപ്പൻ സംസ്കാരം തകരാനാകാവുന്ന പ്രധാനപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്ന് വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ഭൂമി കുലുക്കം വരുന്നുണ്ട്, ഫ്ലഡ് ആൻഡ് എർത്ത്. ഹൗ വാസ് ദി ഹാരപ്പൻ സ്ക്രിപ്റ്റ് റിട്ടൺ? ഹാരപ്പൻ ലിഖിതങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്? ആൻസർ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, വലത് നിന്ന് ഇടത്തോട്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. നിങ്ങൾ പരീക്ഷ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ.
പിന്നെ ഉള്ളത് 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിന് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, അതല്ല. ഇനി അതല്ല ഒന്നും ഇംഗ്ലീഷിൽ അറിയില്ലെങ്കിൽ 1 വേർഡ് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ കൃഷിയെ കൂടാതെ ഏത് സാമ്പത്തിക പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയും, മലയാളത്തിൽ വേണമെങ്കിൽ കന്നുകാലി പരിപാലനോ അങ്ങനെയൊക്കെ എഴുതാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ 3ാമത്തെ ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഗൈഡുകൾ മലയാളത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. NSന്റെ SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും മുഴുവൻ ജില്ലകളിലും നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സോട് കൂടിയിട്ടാണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. SSLC +2 1 മാസം കൊണ്ടുണ്ട്, 2 മാസം കൊണ്ടുണ്ട്, 3 മാസം, 6 മാസം, 1 വർഷം, അങ്ങനെ പല രീതിയിലുള്ള സ്കീമുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുത്തിട്ട് എന്തെങ്കിലും കാരണത്തിൽ എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ നമ്മൾ 5 വർഷം വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നുണ്ട്. അതിന് എക്സ്ട്രാ ഫൈനും കാര്യങ്ങളൊന്നുമില്ല. ഗൾഫിലുള്ള മലയാളികൾക്ക് അവിടെ ഇരുന്നിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാം. ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് എക്സാം എഴുതാനുള്ള അറേഞ്ച്മെന്റുകളുണ്ട്. അസൈൻമെന്റുകൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം, ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കേൾക്കാം, പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9037114679. ഓക്കെ, താങ്ക് യു.